മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളായി, അത് മിനിറ്റുകളായി, സെക്കൻഡുകളായി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പലപ്പോഴും വിശുദ്ധമായ ദീനിന്റെയും അതിന്റെ ബൗണ്ടറിയും കടന്ന് അധമസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഇസ്ലാം ഒരു കാൽ വെക്കുന്നതിന് പോലും വളരെ കൃത്യമായ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ട്. അവൻ എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് സമയത്തേക്കാണ് എന്ന് വളരെ ക്ലിയറായി ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ മറ്റൊരു മതത്തിനോ മറ്റൊരു സിദ്ധാന്തങ്ങൾക്കോ ഇങ്ങനെ ഒരു നിയമനിർമ്മാണ കൃത്യസംഹിത അവകാശപ്പെടാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ടതാണ് മനുഷ്യനായ സമ്പത്ത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായ ഇസ്ലാം വളരെ അടിവരയിട്ട് പറയുന്നുണ്ട്, സമ്പത്ത് ഒരിക്കലും മനുഷ്യനല്ല. ഒരിക്കലും സമ്പത്ത് മനുഷ്യൻ നേടിയെടുത്തതല്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ സമ്പത്ത് നേടിയെടുത്തതല്ല, അല്ലാഹു അവനെ പരീക്ഷണമായി ഏൽപ്പിച്ചതാണ്. അവൻ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്, അവൻ ഏത് രീതിയിലൂടെയാണ് നേടിയെടുക്കുന്നത്, അവൻ എങ്ങനെയൊക്കെയാണ് അതിനെ വിനിയോഗിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സമ്പത്ത് നൽകിയെന്നുള്ളതാണ്. ഇങ്ങനെയാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. المال مال الله والناس مستخلفون فيه. സമ്പത്ത് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റേതാണ്. അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അത് ചിലവഴിക്കുമ്പോൾ, നല്ല രീതിയിൽ ചിലവഴിക്കുമ്പോൾ അവൻ നേരായ വഴിയിലേക്ക് പോകുമ്പോ, അതിനെ ഹറാമായ രീതിയിൽ വിനിയോഗിക്കുമ്പോ അതിൽ പ്രധാനപ്പെട്ടതാണ് ദൂർത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കുടുംബ ആഡംബര മേഖലകൾ ഏത് വിധേനയെടുത്തു നോക്കിയാലും, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ഉമ്മത്ത് വിവാഹ വേദികളൊക്കെ വളരെയധികം ഭൂശാന്തമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഒരു മുഅ്മിനിനെ ഒരിക്കലും അങ്ങനെ സാധിക്കുകയില്ല. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീന എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു ഇസ്റാഫ് ചെയ്യുക എന്നാണ് അതിനെ പറയുക. യോഹത്തിന് അറബിയിൽ പറയുന്ന പ്രയോഗം ഇസ്റാഫ്. ഇസ്റാഫ് ചെയ്യുക. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദ്, നീ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുകയാണെങ്കിൽ പോലും ആ വെള്ളം അധികമാകാതെ നോക്കണേ എന്ന് 24 മണിക്കൂറും ധാരധാരയായി ഒഴുകുന്ന പുഴയുടെ സമീപത്ത് നിന്ന് പോലും എടുക്കുമ്പോൾ വെള്ളം അധികമാകുമോ എന്ന് സൂക്ഷിക്കണേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സതുപദേശിച്ചു. നോക്കൂ മുഅ്മിനീങ്ങളെ, ഏത് കാലത്താണ് ഈ പറയുന്നത്? ഒരു ഇബാദത്തിന്റെ കർമ്മത്തിന് പോലും നിങ്ങൾ മിതത്വം പാലിക്കണം. അവിടെ നിങ്ങൾ അമിതമാക്കരുത് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ഭാര്യമാർക്കും അതുപോലെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ നിർവഹിക്കരുതെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നന്നായി ദൂർത്തടിക്കാതെ എന്നാൽ വിശുദ്ധതരവുമില്ലാതെ അതിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. പ്രത്യേകിച്ച് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ ആദ്യമായി ഉമ്മയുടെ വയറ്റിൽ നമ്മളൊക്കെ പ്രസവിച്ച് വീഴുമ്പോ കരഞ്ഞ് കാലിട്ടടിച്ച് രണ്ട് കൈകളും ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടാണ് നമ്മളൊക്കെ ഭൂമിയിലേക്ക് കടന്നു വീഴുക. ഈ
കീഴടക്കണമെന്ന ഉദാത്തമായ ആഗ്രഹത്തിന്റെ പിൻബലത്തിൽ. എന്നാൽ നോക്കൂ നിങ്ങൾ, ഒരു 63 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 73 വർഷം കഴിഞ്ഞ് അവൻ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ അവൻ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചാണ് ഈ ലോകത്ത് വിടക്കുക പറയുന്നത്. എനിക്കൊന്നും ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു കാണിക്കുകയാണ്. ജനിച്ചു വീഴുമ്പോൾ അവൻ ഇങ്ങനെയാണ്, എനിക്കെല്ലാം കീഴ്ക്കൊടുക്കണം, ഈ ഭൂമി ഒന്നാകെ എന്റെ കൈപ്പിടിയിൽ ഒരുക്കണമെന്ന ആ ദുരാഗ്രഹമാണ് ആ മനുഷ്യൻ ഭൂമിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആ മനുഷ്യൻ ചുരുട്ടിപ്പിടിച്ച കൈകൊണ്ട് ഒന്നും കാണാതെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ആ മനുഷ്യൻ ചുറ്റും കൂടിയവരോട് വിളിച്ചു പറയുകയാണ്, മനുഷ്യ, ഞാൻ കടന്നു വന്നത് ഈ ദുനിയാവ് കീഴടക്കണമെന്ന ഉശാന്ത ബുദ്ധിയോടെയാണ്. നോക്കൂ, നീ എന്നെ നോക്കൂ, ഞാൻ ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ഒന്നും നേടാത്തവനായിട്ടാണെന്ന് മാനവരെ വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യമായാലും ഏത് വിധേനയായാലും നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കണം. അതാണ് മുസ്ലിമിന്റെ അടയാളം. മുസ്ലിം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ വളരെ അമേരിക്കക്കാരനായ വളരെ പ്രശസ്തനായ ഗ്രന്ഥകർത്താവാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം എന്ന് പറയുമ്പോൾ അവൻ സമ്പത്തിൽ വളരെ കണിശത പോലെയുള്ള ആളായിരിക്കുമെന്നാണ്. അവന് എവിടെയാണ് ചിലവഴിക്കുന്നത് എന്ന കൃത്യമായ നിയമമുണ്ട്. അത് എങ്ങനെ നേടിയെടുക്കണമെന്ന വളരെ കൃത്യമായ സംഹിതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിമിനും കാലെടുത്തു വെക്കാൻ സാധിക്കില്ല എന്ന മുസ്ലിം എന്ന ഗ്രന്ഥത്തിലൂടെ, പ്രശസ്തമായ ഗ്രന്ഥത്തിലൂടെ പ്രതിപാദിക്കാറുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ പാവപ്പെട്ട ഫലസ്തീനി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി യുഎൻഒയുടെയും കുവൈറ്റിന്റെയും അതുപോലെ ചില ആരോഗ്യ സംഘടനകളുടെയൊക്കെ സഹായം നേടാൻ വേണ്ടി ഭക്ഷണം 2 കൈ ഇങ്ങനെ കൂട്ടി നിൽക്കുമ്പോ അപ്പോഴാണ് പാവപ്പെട്ട പിച്ചോമലകളുടെ ആ ഹൃദയാന്തരങ്ങളിലേക്ക് വെടിയുതിർക്കുന്ന ഇത്രത്തോളം കാപാലികന്മാരുടെ നിറഞ്ഞ മനസ്സുകളുടെ മുന്നിലാണ് പാവപ്പെട്ട ഫലസ്തീനികൾ ഇന്നും ജീവിച്ചു പോകുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒന്ന് ആലോചിച്ചു വന്നു നിങ്ങൾ. നമ്മുടെ സൗഭാഗ്യം നമ്മളൊക്കെ പലപ്പോഴും ആഘോഷങ്ങൾ പോലും മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ വല്യപ്പമാർക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാകും, ഒരു പെരുന്നാള് വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താണ്? അന്ന് ഞങ്ങളുടെ വീട്ടിൽ ചോറിന് മോരുകറി ഉണ്ടാകുമെന്ന ആ ഒരു പ്രതീക്ഷയുണ്ടാകും. അത് അങ്ങനെയായിരുന്നു. കേവലം അവിലും മറ്റും അതുപോലെ കഞ്ഞിയും കുടിച്ച് ജീവിച്ചിരുന്ന ഒരു സമുദായമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരിക്കലും മറന്നു പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു മോഹിനിയാകണോ നാം മിതത്വം പാലിച്ച് ജീവിക്കണം. വിവാഹ ചടങ്ങുകൾ ഇത് വളരെയധികം ഡിജിറ്റൽ ഇസ്രാഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? നമ്മുടെ മക്കളുടെ വിവാഹം, അവനൊരു കുറച്ച് സമ്പത്തുള്ള ആളായിരിക്കാം. അങ്ങനെ അവൻ തന്റെ മകന്റെ കല്യാണം ഇങ്ങനെ സ്റ്റാറ്റസായി ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ആക്കിയത്. എന്നിട്ടോ അത് ഈ പാവപ്പെട്ട അയൽവാസിയായ ഒന്നുമില്ലാത്ത കൂലിപ്പണിക്കാരന്റെ മക്കളിങ്ങനെ അവന്റെ ബന്ധുക്കളിങ്ങനെ പ്രഭാതമാകുമ്പോൾ കാണുകയാണ്. ഒരു പക്ഷേ ഈ കൂലിപ്പണിക്കാരന്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരനെ ഇതുപോലെ തന്റെ മകളെ മണവാളന്റെ കൈകളിൽ ഏൽപ്പിക്കാനുള്ള സമ്പത്തുണ്ടാവുകയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ആ പാവപ്പെട്ട പിതാവ് എങ്ങനെയാണ് തൊട്ടപ്പുറത്ത് ഇങ്ങനൊരു കല്യാണം നടന്നപ്പോ ഞാനും എന്റെ മകളെ എങ്ങനെയാണ് മണവാളനെ ഇത്രയും താണ്ട രൂപത്തിൽ കൈപിടിച്ച് കൊടുക്കുക എന്ന് ചിന്തിക്കുകയാണ്. എന്റെ പ്രിയ
സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതമല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ. അതുപോലെ കടക്കണിയിലായി ആ പിതാവ് പിന്നീട് കുടുംബം ഉപേക്ഷിക്കുന്ന എത്രയോ മാനസികമായ പീഡനങ്ങളല്ലേ ഇന്ന് നമ്മൾ വാർത്തകളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ദുർവ്യയം ചെയ്യരുത്, അമിതമായി ഉപയോഗിക്കരുത്. നിങ്ങൾ വിശുക്കുകയും ചെയ്യരുത്, അമിതമായി ചിലവഴിക്കുകയും ചെയ്യരുത്. അതിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതിന്റെ ഇടയിലായി മധ്യവർത്തിയായി നിലകൊള്ളണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ ലോകത്തിനോട് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സഹാബ ലൗ അന്ന ലബിനി ആദം വാദിയൻ മിൻ ദഹബ, സ്വർണ്ണത്തിനാൽ ഒരു പർവ്വതം ഒരു മനുഷ്യന് ലഭിക്കുകയാണെങ്കിൽ അഹബ്ബു അൻ യകൂന ലഹു വാദിയാനി വലം യംലികു ലഹു ഫാ ഇല്ലാ ലിത്തുറാ, അവൻ അടുത്ത 2 പർവ്വതത്തിനെയാണ് അവൻ മോഹിക്കുക, അല്ലാതെ ആ ഒരൊറ്റ സ്വർണ്ണത്തിന്റെ പർവ്വതം കിട്ടിയാൽ പോലും ആ മനുഷ്യന്റെ വായ നിറയില്ല, വയറ് നിറയുകയില്ല. എപ്പോഴല്ലാതെ ആ മനുഷ്യന്റെ വായ ഖബറിലേക്ക് വെക്കപ്പെടുന്നത് വരെ അവന്റെ അത്യാഗ്രഹങ്ങൾ തുടർന്നു പോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. നമ്മളൊക്കെ സമ്പന്നൻ എന്ന് പറയുന്നത് എന്ത് ഐഡന്റിഫൈന്റെ മേലിലാണ്? നമുക്കൊന്ന് സമ്പത്ത് എന്ന് പറയാൻ എന്താണുള്ളത്? ഇല്ലല്ലോ. മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് മക്കളാണ്. മക്കൾക്ക് എഴുതി കൊടുക്കുകയാണ്. ഇനി ആ മനുഷ്യന് ഒരുപാട് സ്വർണ്ണം കാണും, പക്ഷേ അതവനിക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലുൽ അബ്ദു മാലി മാലി വഇന്നമാ ലഹു മിൻ മാലിഹി ഖലാസ്. മനുഷ്യനെ പറയാൻ, എന്റെ സമ്പത്ത്, എന്റെ മുതൽ, എന്റെ വീട്, എന്റെ ഖജനാവ്, എന്റെ വാഹനം, പക്ഷേ അതൊന്നും മനുഷ്യ നിന്റെതല്ല, നിനക്ക് മാത്രം. മൂന്നെണ്ണമുള്ളൂ. ഏതൊക്കെയെന്നറിയുമോ? നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ആ ഭക്ഷണം കഴിച്ചത് നിന്റെ ശരീരത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ശരീരം വളരാൻ സഹായകമായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ സമ്പത്താണ്. ഓക്കെ. രണ്ടാമത്തത്, നീ വസ്ത്രം ധരിച്ചിരുന്നുവല്ലോ, ആ വസ്ത്രം ഒഴുക്കി പോയി ഒരു വീടിന്റെ മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ അതും നിന്റെതാണ്. ഒരു പക്ഷേ ഞാൻ ഈ ധരിച്ച വസ്ത്രം പോലും, നിങ്ങൾ ഈ ധരിച്ച വസ്ത്രം പോലും നമ്മുടേതാണെന്ന് പറയാൻ അവകാശമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ സത്യത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ ഒരു പക്ഷേ നമ്മൾ ഈ വസ്ത്രം ഒരു പക്ഷേ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് കൈമാറും, അല്ലെങ്കിൽ അത് കത്തിക്കും, അല്ലെങ്കിൽ മറ്റു ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മൾ ധരിച്ച വസ്ത്രം പോലും നമ്മുടേതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താണ്? നമ്മൾ ആർക്കെങ്കിലും സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യരിലൂടെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ ശിഹാബ് തങ്ങൾ മരണപ്പെട്ട് 16 വർഷങ്ങൾക്കിപ്പുറം ആ മനുഷ്യൻ ഇങ്ങനെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മരണശേഷം ഒരു സ്മാരകമായി മാറി. പിന്നീട് ആ സ്മാരകങ്ങളിലൂടെ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി മാറി. പിന്നീട് ആ വെളിച്ചം ഇവിടെ മതമൈത്രിക്കും സഹോദര്യത്തിനും മുസ്ലിം ഉന്നമനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി ഒരു മനുഷ്യന്റെ പേരാണ് ഇന്നും ആ 16 വർഷങ്ങൾക്കിപ്പുറവും ജീവിക്കുന്നതെങ്കിൽ ആ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് നമ്മുടെ വരും തലമുറ പോലും ഇന്നിങ്ങനെ ആർനാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ശിഹാബ് തങ്ങളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ.